രാഹുലെ, ഓ മാധവിക്കുട്ടി കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ, കമല സുരയ്യ പ്രണയം ഇത്ര മനോഹരമായി പേജുകളിലേക്ക് പകർത്തിയ, അല്ലെങ്കിൽ മഷിത്താളുകളിലേക്ക് ഇത്ര മനോഹരമായി പ്രണയം പകർത്തിയ മറ്റൊരു കവയത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇവിടെ ഒരു വ്യക്തി താൻ കാണിച്ച എന്താ പറയുന്നത് വളരെ മോശം ഒരു പ്രവൃത്തിയെ കമലാസുരയുമായി ബന്ധപ്പെടുത്തി പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നോടും കമലാസുരയോടുമൊക്കെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല, ഞാൻ പ്രണയത്തിൻ്റെ അങ്ങനല്ല അദ്ദേഹം പറഞ്ഞത്. കമലാസുരയോട് പ്രണയത്തെക്കുറിച്ച് ചോദിക്കുന്ന പോലാണ് എന്നോട് ചോദിക്കുന്നത്. പ്രശാന്തൻ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കറിയാം, അത് കൃത്യമായിട്ട് പത്തനാപുരത്തെ MLA KB ഗണേഷ് കുമാറിനെ തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം. അതായത് നമുക്കറിയാം, വാളകത്ത് കീഴൂട്ട് തറവാട്ടിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഭാര്യ പകർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നോടും കമലാസുരയോടും ഒന്നും പ്രണയത്തെ പറ്റി ചോദിക്കരുത്, ഞങ്ങളൊക്കെ പ്രണയത്തിന്റെ ആളുകളാണ്, എനിക്ക് 5000 പേരുമായിട്ടൊക്കെ പ്രണയമുണ്ട്, അതുകൊണ്ട് പ്രണയത്തെ പറ്റി ഒന്നും ചോദിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, കമലാസുരയെ ആരും വീട്ടിൽ കയറി അടിച്ചിട്ടില്ല പ്രണയത്തിന്റെ പേരിൽ. പ്രണയിച്ചതിന്റെ പേരിൽ വീട്ടിൽ കയറി തല്ലു വാങ്ങിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. KB ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ കാലത്തിലൊരു പടമുണ്ട്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇന്ന് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ബിജു രമേശിന്റെ തലയിലേക്ക് പോയിരുന്നു. പക്ഷെ നാട്ടിലെ ഒരു കരക്കമ്പി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു അവിഹിത ബന്ധത്തിൽ പോയി ആ അവിഹിത ബന്ധത്തിൽ ഭർത്താവ് എന്ന ഗണേഷ് കുമാറിനെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ആ ഫോട്ടോ ബാത്റൂമിൽ കയറിയിരുന്ന് നാട്ടുകാരെ മുഴുവൻ ഫേസ്ബുക്കിലൂടെ കാണിച്ച ആ മനസ്സ് നമ്മൾ കാണാതെ പോയിരുന്നു. അല്ല, കിട്ടിയെന്നുള്ളത് നാട്ടുകാരെ അറിയില്ല. അല്ല, അതെന്താണെങ്കിലും അന്ന് വലിയ രീതിയിലുള്ള വിഷയങ്ങളായിരുന്നു. അന്ന് തന്നെ ഉമ്മൻചാണ്ടി എഴുതി വാങ്ങിച്ചതാണ് രാജി. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പോയതെന്നും, അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുഴിയിൽ തള്ളിയിടാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാർ കാണിച്ചിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഏറ്റുപറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. വളരെ വേദനിച്ചാണ് അദ്ദേഹം മടങ്ങിയത് കേട്ടോ. അല്ല, അദ്ദേഹം വേദനിച്ച് മടങ്ങിയതിന് മറ്റൊരു കാരണമുണ്ട്. പണ്ട് ഒരു കരിക്ക് കഴിച്ചതിന്റെ പേരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഉമ്മൻചാണ്ടിയൊക്കെ ഇവിടെ ഏവരിൽ കയറ്റിയ മാധ്യമങ്ങളുണ്ട്. അവരെല്ലാം ഒന്ന് കാണണം. ഇന്ന് ഇവിടുത്തെ ഗതാഗത മന്ത്രിയുടെ ചില ദൃശ്യങ്ങൾ, അതായത് തന്റെ ഭാര്യ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് കതവ് തുറക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. അല്ല, ഇത് ഇരുചെവി അറിയാതെ പോകേണ്ട ഒരു വിഷയമാണ്. വായിലെ നാക്കുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇത്രയും വലിയ നാണം. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോ അദ്ദേഹത്തിന്റെ, അതായത് ഗതാഗത മന്ത്രിയുടെ ഭാര്യ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവര് ഈ ഒരു വിഷയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ, ഗതാഗത മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ, മുറിയിൽ പൂട്ടിയിടുന്ന സാഹചര്യത്തിൽ, ഹെൽപ്പ് മീ എന്ന് അവർ ഉറക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ, പുറത്ത് പോലീസുണ്ട്, പോലീസിനെ വിളിച്ചിട്ടും ഒരു സഹായവുമില്ലാത്തൊരു സാഹചര്യം, മന്ത്രിയുടെ വീട്ടിലേക്ക് പോലീസുകാർ കയറാൻ പാടില്ല എന്നുള്ള തിട്ടൂരം, പ്രോട്ടോകോൾ ഒന്നുമില്ല, തിട്ടൂരം തന്നെയാണത്. കീഴൂട്ട് തറവാട്ടിൽ പോലീസ് കയറാൻ പാടില്ല, മന്ത്രിയാണ്, പോലീസ് പുറത്ത് നിന്നാൽ മതി. അങ്ങനെ അകത്തേക്ക് കയറുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യയെ അവിടെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം. എന്നിട്ട് പേഴ്സണൽ സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, സാറിനൊരു അബദ്ധം പറ്റി, മാഡം ഒന്ന് ക്ഷമിക്കൂ. ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നതാണോ, അല്ലെങ്കിൽ ഒരു പെണ്ണുമായി മന്ത്രിസ്ഥാനത്ത്? അല്ല, അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. അവിടെ മന്ത്രിയുടെ ഭാര്യയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എടുക്കേണ്ടത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റിൽമെന്റ് ആയിട്ട് ആരും അറിയാതെ പോയൊരു വിഷയം നമുക്കറിയാം. വനിതാ ദിനത്തിന്റെ അന്ന് ഏകദേശം ഉച്ചയ്ക്കാണ് ഈ വിഷയം നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആരും അറിയാതെ തീർന്നൊരു വിഷയമാണ്. ഇതെങ്ങനെയാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ പൊരുൾ എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണേഷ് കുമാർ മാധ്യമങ്ങളുടെ മുന്നിലേക്ക്, ഇപ്പൊ നമുക്കറിയാം കമലാസുരയുടെ കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിജി എത്രയോ പേർ ആക്രമിച്ചിട്ടുണ്ട്, അതേപോലെയാണ് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഗാന്ധിജിയെ ആക്രമിച്ചത് പെണ്ണു പിടിക്കാൻ പോയാനല്ല രാഹുലെ. അല്ല, എന്നിട്ട് പറയുന്നുണ്ട് നെഹ്റുവിന് എത്രയോ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. നെഹ്റു ഈ പ്രണയത്തിന് അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഭാര്യ മുക്കിയിട്ടൊന്നും അല്ല നെഹ്റു ഇന്ത്യയിൽ മൊത്തം അറിയപ്പെട്ടത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് അറിയപ്പെട്ടത്. അതെ, ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് അറിയപ്പെട്ടത്. ഗാന്ധിജിയെ പെണ്ണുപിടിച്ചതിനല്ല അറിയപ്പെട്ടത്. അപ്പോ ഈ പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, ഈ മന്ത്രിയെ പിടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്, 112 ആർക്ക് വേണമെങ്കിലും വിളിക്കാം. അതായത് ഈ ഒരു വിഷയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മുടെ R ശ്രീലേഖയുടെ ബന്ധുവാണ്. അപ്പോൾ R ശ്രീലേഖയെ അവർ വിളിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പറയുന്നു, നീ നേരെ 112 വിളിക്കുമോളെ എന്ന് പറഞ്ഞ് അവര് പറയുകയാണ്. ആ സാഹചര്യത്തിൽ അവർ 112 വിളിക്കുന്നു. പിങ്ക് പോലീസ് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും പോലീസ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം രാഹുലെ മുന്നിൽ നിൽക്കുന്നത് കാര്യം, പെണ്ണുപിടിയാനാണെങ്കിലും മന്ത്രിയാനല്ലേ. അല്ല, എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. എന്തിനാ?
മന്ത്രിയുടെ രഹസ്യ വീഡിയോയും ഫോട്ടോസും ഒക്കെ പകർത്തിയതിന്റെ പേരിലാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ് 112 വിളിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, തന്റെ ഭാര്യയ്ക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ ഭ്രാന്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇലക്ഷൻ ആണല്ലോ വരാൻ പോകുന്നത്. ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലും ഇങ്ങനെ വരുമെന്ന് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഇപ്പൊ 2 ദിവസം മുമ്പിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ഷനാണ്, എനിക്കെതിരെ വീണ്ടും പെണ്ണ് കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പണിക്ക് പോകുമ്പോ നേരത്തെ അറിയാം ഇത്തരത്തിലുള്ള കേസുകൾ എപ്പം വേണമെങ്കിലും വരാമെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നെന്ന് തോന്നും. എന്താണെങ്കിലും അതിലൂടെ പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണ്. അപ്പൊ ആ ഭ്രാന്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 112 വിളിച്ചത്. ഭ്രാന്തിനല്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോഴും ഇവിടുത്തെ CPM നേതാക്കന്മാർ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്, വായൊന്നും തുറന്നിട്ടില്ല. അതെ അതെ, അല്ല അതങ്ങനെയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള അളവ് പോലും മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കയ്യിലുള്ളൂ. രാഹുലെ സ്വന്തം നേതാക്കളുടെ അല്ല, തീവ്രത അളക്കാൻ മുഖ്യമന്ത്രി വിളിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കാരണം ഈ ഗതാഗത മന്ത്രിയുടെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പണ്ടേ യാമിനി തങ്കച്ചി, അതായത് ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ ഭാര്യ, അന്ന് ഈ ആൻഡ്രോയിഡ് മൊബൈലൊന്നും ഇല്ല ആ സമയത്ത്. അന്ന് എനിക്ക് തോന്നുന്നു ജാവ ഫോണുകളുടെ ഒരു കടന്നുവരവുള്ള ഒരു സമയമാണ്. അന്ന് അത് ജാവ ഫോണും വളരെ കൂടിയ ആൾക്കാരുടെ കയ്യിലുള്ളൂ. കീഴൂട്ട് തറവാട്ടിലെ കൊച്ചുതമ്പുരാന്റെ കയ്യിൽ എന്തായാലും അങ്ങനെ ഒരു ഫോൺ ഉണ്ടാവും. ആ ഫോണിൽ നിന്ന് അവിഹിത ചാറ്റ് പൊക്കിയതിനാണ് മൂക്കിന്റെ പാലം ഇടിച്ച് യാമിനി തങ്കച്ചി തകർത്തത്. ആ ഫോട്ടോയാണ് പുറത്ത് വന്നത്. അതിനുശേഷം അത് നമ്മൾ വിചാരിക്കും അത് ബിജു രാധാകൃഷ്ണനാണ് അത് ഇടിച്ചത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ പോയതിന് ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിടിച്ചതാണ്. ഭർത്താവ് മാത്രമല്ല, യാമിനി തങ്കച്ചിയുടെ നല്ല ചളക്ക് കിട്ടിയിരുന്നു. കാരണം ഒരടിക്ക് അല്ല, എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്ന സ്ഥിതിക്ക് കമലാ സുരയ്ക്ക് ആരും കമലാ സുരയെ വീട്ടിൽ കയറി അടിച്ചിട്ടില്ല. പിന്നെ ഗണേഷ് കുമാറിനെ അടിച്ചത് എന്തിനാണ് എന്ന് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, പിന്നെ കാസനോവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലാലേട്ടന്റെ കാസനോവ അല്ല, ഇല്ല, മറ്റൊരു കാസനോവയുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കാമുകനാണ് കാസനോവ. പൂന്തോട്ടങ്ങളുടെ കാവൽക്കാരൻ, പ്രണയത്തിന്റെ കാവൽക്കാരൻ, പ്രണയത്തെ മനോഹരമായി മാറി നിൽക്കുന്ന കാസനോവ മാത്രമല്ല 5000 പേരുമായിട്ട് പ്രണയമുള്ള ഒരേ ഒരാൾ ഗണേഷ് കുമാറാണ്. റസ്പുട്ടിൻ ഉണ്ടായിരുന്നു. റസ്പുട്ടിന്റെ റെക്കോർഡ് ചെയ്തു. റസ്പുട്ടിന് 1500 കാമുകിമാരായിരുന്നു റഷ്യയിൽ. 1500 അവിടെ കിടക്കുന്ന, 5000 അവിടെ കിടക്കുന്നത്. ഇത് ഇന്ത്യൻ കാസനോവ അല്ലെങ്കിൽ ഇന്ത്യൻ റസ്പുട്ടിൻ. ഇന്ത്യ അല്ല, വേൾഡ് വൈഡ്, പാൻ ഇന്ത്യൻ. എന്താണെങ്കിലും ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ കഴിയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ VS അച്യുതാനന്ദനെ പറ്റി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രായത്തിന്റെ, അതെ, ആ വാക്ക് പ്രായമായവർക്ക് ചില വിഷയങ്ങൾ ഉണ്ടാകുമെന്ന്. എന്താണെങ്കിലും 19 വയസ്സായില്ലേ, ചിലപ്പോ 59ാമത്തെ വയസ്സിന്റെ വിഷയമായിരിക്കാം ഗണേഷ് കുമാറിനുള്ളത്. എന്താണെങ്കിലും ഇതിനുത്തരം പറയേണ്ടത് CPM-ഉം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗണേഷ് കുമാറിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച് അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളുകളല്ലേ. ഇന്ന് അതേ പാർട്ടിയിലാണ് ഇരിക്കുന്നത്. ഇന്നൊന്ന് മിണ്ടാൻ കഴിയുമോ? ഒരിക്കലും. സാർ എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കിയിരിക്കേണ്ട സ്ഥിതിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. വാഴ തുറന്ന് മിണ്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്താണെങ്കിലും അപ്പൊ അവർ പറയും മുന്നണിയിൽ ഉണ്ടല്ലോ, മുന്നണിയിൽ തീവ്രത അളക്കുന്ന സമയത്ത് ഗണേഷ് കുമാറിന് അത്രയും തീവ്രത ഇല്ല എന്ന് വേണമെങ്കിൽ അവർ റിപ്പോർട്ട് കൊടുക്കും. അതെ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു ആരോപണം പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ ഇനിയുള്ള ഭാവിക്ക് വലിയൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന്. കാരണം ഇതുവരെ ഉള്ളതുപോലല്ല, കാലം ഒരുപാട് മാറി രാഹുലെ. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും ഇത്രയധികം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയധികം വിഷയങ്ങൾ മുന്നോട്ട് പോയിരുന്നില്ല. അന്ന് ആകപ്പാടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് എടുത്തു പറയാനുണ്ടായിരുന്നത് ഫേസ്ബുക്ക്, യൂട്യൂബ് മാത്രമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിമിഷം നേരം കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യൽ മീഡിയ പറയുന്നത് ഇന്ന് എല്ലാം ട്രോളുകളാണ്. ട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ അമേരിക്കയിലും ഇറാനിലും എല്ലാം യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നത് പത്തനാപുരത്ത് നിന്നാണ് എന്നുള്ള ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഗണേഷ് കുമാറിന് ഇത് ഒരു നല്ല കാലമല്ല. അതെ, തീർച്ചയായിട്ടും.